കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വാട്സാപ്പ് കൂട്ടായ്മ ഖുറൈശി ഇത്തായും പിള്ളാരും എന്ന വാട്സാപ്പ് കൂട്ടായ്മയുടെ 13ാം വാർഷികവും പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും കൂപ്പൺ നറുക്കെടുപ്പും അനുമോദനവും നടത്തി. മൈലാപ്പൂർ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സും ഗ്രൂപ്പ് അഡ്മിനുമായ ഖുറൈശി അധ്യക്ഷത വഹിച്ചു. വാട്സാപ്പ് കൂട്ടായ്മ ട്രഷറർ മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞു. ഇരവിപുരം MLA നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവരെയും മുതിർന്നവരെയും ചടങ്ങിൽ MLA ആദരിച്ചു. കൂട്ടായ്മയുടെ 13ാം വാർഷികത്തിന്റെ ഭാഗമായി ഇറക്കിയ കൂപ്പണിന്റെ നറുക്കെടുപ്പും നടന്നു. മൈലാപ്പൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം AK ഉമർ മൗലി മുഖ്യപ്രഭാഷണം നടത്തി. റോയൽ സമീർ, സൈക്കോളജിസ്റ്റ് അനിത സുനിൽ, ശരത്, അബ്ദുൽ മജീദ്, വാർഡംഗം ഷാജഹാൻ, കവയത്രി ഫിലിസ് ജോസഫ്, മുസ്ലിയാർ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കിടപ്പ് രോഗികളും സമൂഹത്തിൽ നിരാലംബരായവർക്കും ഉൾപ്പെടെ 300ഓളം ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വേദിയിൽ വച്ച് തന്നെ വിതരണം ചെയ്തു. 100 കണക്കിന് ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. നിർദ്ധരായ രോഗികളെ നേരിട്ട് കണ്ടറിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ആവശ്യാനുസരണമായിട്ടുള്ള സാധനങ്ങൾ അവരുടെ കുടുംബങ്ങളിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് നൽകാനായി ഇന്ന് ഞങ്ങൾ അതായത് 1 മാസക്കാലമായി ഇതിൻ്റെ പിറകിൽ ഞങ്ങൾ നടക്കുമായിരുന്നു. പക്ഷേ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഇന്ന് ഇത് ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ തന്നെ നമ്മളിലേക്ക് അവരാൽ കഴിയുന്ന സഹായം വളരെ പണക്കാരായിട്ടുള്ള ആരുടെ കൈകളിൽ നിന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള അതായത് ഞാൻ നോക്കിയ രോഗികളുടെ കുടുംബക്കാർ, അതുപോലെ മുൻപ് നമ്മൾ സേവനം കിട്ടിയിട്ടുണ്ട്, ആ കിട്ടിയിട്ടുള്ള വീട്ടുകളിൽ നിന്നും അതോടൊപ്പം ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടുകാരും കുറച്ച് നല്ല നാട്ടുകാരും എൻ്റെ സഹോദരങ്ങളും തന്നാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂട്ടായ്മയ്ക്ക് അവസരമൊരുക്കിയത് ഞാൻ തന്നെ അവരുടെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. വളരെയേറെ ചേർത്ത് പിടിക്കുക. വിശുദ്ധ റമദാൻ മാസത്തിൽ ഈ മാസത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ പ്രവാചകർ പറഞ്ഞത് സഹാനുഭൂതിയുടെ മാസം, കരുണയുടെ മാസം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ആ മാസത്തെ പൂർണ്ണമായും അനർത്ഥമാക്കിക്കൊണ്ട് ഈ പാപങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ വലിപ്പവും വ്യാസവും വളരെ വലുതാണ് എന്ന് ഞാൻ പറഞ്ഞ ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പ്രവാചകന്റെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഒരു അടിമ പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ആ കുട്ടി നരകവാസിയായ ഒരു കുട്ടിയാണ്, ആ സ്ത്രീ നരകവാസിയായ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് അവരെ അങ്ങ് വിട്ടേക്കുക. അറിഞ്ഞ ഉടനെ തന്നെ അവരെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വേണ്ട എന്ന് വെക്കുന്നു. അവര് മടങ്ങിപ്പോകുമ്പോൾ ഒരു ഈത്തപ്പഴം അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ഈത്തപ്പഴവുമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച സഹോദരി കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ വിശപ്പിൻ്റെ വിളിയാളവുമായിട്ട് വളരെയേറെ അത്യാർത്തിയോടുകൂടി ഒരു മനുഷ്യൻ കൈകാണിക്കുമ്പോൾ